അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടാലും ആരിടപെട്ടാലും അതൊക്കെ അവരുടെ കാര്യം, അവരുടെ ഡൊമസ്റ്റിക് കാര്യങ്ങളെന്ന രീതിയിൽ അങ്ങ് തള്ളിപ്പോവുകയും ചെയ്യും. ഇനി ഫർദറായിട്ട് ആരും ഇടപെടുന്നത്. ഇപ്പോഴ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ അകത്ത് ഒരു സീസ് ഫയർ സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്ന ചൈനയ്ക്കറിയാം ഈ പറയുന്ന ഈ താലിബാൻ എന്ന് പറയുന്ന ആളെ ചൈനയ്ക്ക് പ്രശ്നമാണ്, അവിടെയുള്ള റീജിയനിലെല്ലാം പ്രശ്നമാണ്. കാരണം ഇതേപോലെയാണ് ഇതിനെ വളർത്തിയെടുക്കേണ്ടത്. അപ്പം ആ ഒരു പ്രോക്സി ആയിട്ട് നല്ല അടുപ്പം കൊണ്ടുണ്ട്. ഒരു കാര്യം അവസാനം കൺക്ലൂഡ് ചെയ്തൊരു പാട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു 100 രൂപ കൊടുക്കുന്നു, ചൈന വന്നൊരു 150 രൂപ കൊടുത്ത് അങ്ങോട്ട് പോകുന്ന രാജ്യമേത്, അത്രയേ ഉള്ളൂ. അവർ കൂടുതൽ സഹായിക്കാൻ തന്നെ അങ്ങോട്ടങ്ങ് പോകും. ഇപ്പം ചൈനയ്ക്കും ഇറാനും മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നം, ഇവർ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദം, അതായത് ചൈനയിലും ഇസ്ലാമിക തീവ്രവാദമൊക്കെ ഉള്ള രാജ്യമാണ്. അത് ആരും മറന്നു കളയൊന്നും ചെയ്യരുത്. വിസിബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ തല കുപ്പി വെക്കാനും താടി വളർത്താനും, അതേപോലെ തന്നെ പള്ളിയിൽ പോകാൻ പോലും പള്ളി പോലും വിലക്കാണ്. അങ്ങനെയുള്ളവരെയൊക്കെ പറയുന്നതിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് വലിയ ഫുട്ബോൾ കോർട്ടിൽ കൊണ്ടിട്ട് അവരെ കൗൺസിൽ ചെയ്ത് മാറ്റുവാണ് ചൈന. അപ്പം അങ്ങനൊരു ഭാഗത്ത് ഇത് നിൽക്കുകയും, അതായത് ഇന്ത്യയുടെ നല്ല പ്രോക്സിയായിട്ട് അഫ്ഗാനിസ്ഥാനെ പല പരിമിതികൾ കൂടെ വളർത്തിയെടുത്താൽ, അപ്പോഴും ആലോചിക്കേണ്ട പല പ്രശ്നങ്ങളുണ്ട്. എല്ലാം നമ്മളിപ്പോൾ റിസൾട്ട് നോക്കുമ്പോഴും അത് പൊട്ടൻഷ്യലി ഒരു 100% നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുമ്പോഴും അതിനകത്തൊരു 75% സക്സസ് ആയാലും നമ്മൾ വിജയിച്ചു. നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇത്രമാത്രം എൻഗേജ്മെൻറ്റ് ഇന്ത്യൻ ബോർഡറിൽ നിന്നും മാറ്റുക എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടിയന്തരമായ ആവശ്യമാണ്.